സോഷ്യൽ മീഡിയയിൽ ഒരു മെജോറിറ്റി സമയം സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം പലപ്പോഴും അവരുടെ ഒരു ബോഡി ഇമേജിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ് ഇൻഫർമേഷൻ, അത് സെക്ഷുവാലിറ്റിനെ കുറിച്ചായിക്കോട്ടെ, അവരുടെ ബോഡി ഇമേജിനെ കുറിച്ചായിക്കോട്ടെ, അത്തരത്തിലുള്ള അതിലേക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? സോഷ്യൽ മീഡിയ മാത്രമല്ല, സിനിമകളും എല്ലാം ഒരു ഭാഗം തന്നെയാണ്. ഒരു പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ചുരുണ്ട മുടിയൊന്നും നമുക്കൊക്കെ ഉള്ള പോലെ എനിക്കൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഒത്തിരി കൊല്ലം ഇതൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത് നടക്കുമായിരുന്നു. കാരണം ഞാൻ എങ്ങും ചുരുണ്ട മുടി കണ്ടിട്ടില്ലായിരുന്നു. ഞാനൊക്കെ വളർന്നു വരുമ്പം ഡൗവിൻ്റെയും പിന്നെ ലക്സ് എന്താ സൺസിൽക്കിൻ്റെ ഒക്കെ ആഡൊക്കെ കാണുമ്പോൾ എല്ലാത്തിലും ലോങ് സ്ട്രെയിറ്റ് സിൽക്കി ഹെയർ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറേ ചുരുണ്ട മുടി എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് പോയി എല്ലാം സ്ട്രെയിറ്റൻ ചെയ്ത് നടന്നു. പിന്നെ ആ കോൺഫിഡൻസ് ഒക്കെ വരാനും ഇതൊരു അസറ്റാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഫീച്ചറാണ്, ഇതിനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആരും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു ബോധം വരാനൊക്കെ എനിക്കൊത്തിരി ടൈമായി. അപ്പം അഗൈൻ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് അതിലോട്ട് തന്നെയാണ് വരുന്നത്. പേരൻസ് എത്രത്തോളം സെൽഫ് അവെയർ ആണ് ഈ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ബോഡിയെക്കുറിച്ച് അവർ കോൺഫിഡൻ്റ് ആണോ, അവരുടെ അവയവങ്ങളെക്കുറിച്ച് അവർ കോൺഫിഡൻ്റ് ആണോ, ബോഡി സൈസിനെ കുറിച്ച് കോൺഫിഡൻ്റ് ആണോ, സ്കിൻ കളറിനെ കുറിച്ച് കോൺഫിഡൻ്റ് ആണോ, കണ്ണാടി ഇടുകയോ അല്ലെങ്കിൽ എന്തൊരു പാടോ മാർക്കോ സ്കാറോ എന്തെങ്കിലും സ്ട്രെച്ച് മാർക്സോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണോ, ഇതൊക്കെയാണല്ലോ പിള്ളേർ കാണുന്നത്. അപ്പോൾ അവർ കാണുമ്പം ഇവർക്കൊന്നും തീരെ കോൺഫിഡൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആ പേരൻ്റായിട്ട് പോയി കുട്ടിയുടെ അടുത്ത് ഭയങ്കര ബോഡി കോൺഫിഡൻ്റ് ആയിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ വെറുതെ പുളു പഠിക്കുക എന്നുള്ളത്. സോ അപ്പം നമ്മളത് എഗൈൻ ജീവിച്ച് കാണിക്കുക എന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഫോൺ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുവാണെങ്കിൽ നാളെ എൻ്റെ കുട്ടി ടീനേജർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവൾ കഴിക്കുന്നതിനിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല ആക്ച്വലി ഫോൺ എടുത്ത് മാറ്റി വെക്കുന്നത്. കാരണം ആ കുട്ടി അതാണ് കണ്ടിരിക്കുന്നത് പേരൻറ്റ്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാര്യങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുന്നത് കുട്ടികൾ കാണട്ടെ. ഇപ്പം ഈ സെഷനിലാണെങ്കിൽ തന്നെ നമ്മൾ 3-4 പേരിരുന്ന് സംസാരിക്കുന്നു, എത്ര പേര് ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അവരുടെ കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ട് അവർ ഫോണിൻ്റെ വേൾഡിലോട്ടാണ് കൂടുതൽ പേര് പോകുന്നത്. അപ്പം നമ്മൾ മൈൻഡ്ഫുൾ ആണോ നമ്മുടെ ലൈഫിൽ? ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ആ സമയത്ത് ഇതൊന്നും അടുത്ത് ഉണ്ടാവാൻ പാടില്ല, പാട്ടൊന്നും ഇടാൻ പാടില്ല, പ്രാർത്ഥനയിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ മൈൻഡ്ഫുൾനെസ് ആണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നത്. എല്ലാ റിലിജിയനിലും ഉള്ളത് മൈൻഡ്ഫുൾനെസ് ആണ്. എല്ലാ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലും മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓൺ ഡേ ടു ഡേ ബേസിസ് നമ്മളത് കൊണ്ടുവരണം. എന്തെങ്കിലും കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളി പ്രസൻറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ പാട്ട് കേട്ടാലേ എനിക്ക് പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഓൾറെഡി എന്ത് പറ്റും, നമ്മൾ മനസ്സിലെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് 4-5 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്താലേ നന്നായി ഉണ്ടാവും എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കണം. ഒരു കാര്യം നീറ്റായിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അവിടെ പ്രസൻ്റ് ആയിട്ട് അത് ചെയ്യുക എന്നുള്ളത് നമ്മളത് ചെയ്യുമ്പോഴേ അവർക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ പേരൻസ് കുക്ക് ചെയ്തുകൊണ്ട് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കുറ്റമൊക്കെ പറഞ്ഞ് ദേഷ്യം പെട്ടി എനിക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയി പോയില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ അതൊക്കെയാണ് കാണുന്നത്. അവരൊന്നിൽ ഫോക്കസ്ഡ് അല്ല, അവരൊരു കാര്യം മാത്രം ശ്രദ്ധിച്ച് ചെയ്യുന്നില്ല, അവർ മൈൻഡ്ഫുൾ അല്ല. അപ്പം ഞാനെന്തൊരു മൈൻഡ്ഫുൾ ആവണം? എനിക്ക് 100,000 കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാലോ. അങ്ങനെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഫോൺ. അപ്പം മൈൻഡ്ഫുൾനെസ്സും ഒരു പരിധിവരെ എന്താ പറയുക നഷ്ടപ്പെടുന്നതിനുള്ള ഒരു കാരണമാവുകയും ചെയ്യുകയാണ് ഫോൺ. യെസ്, റീസെൻ്റ്ലി നമ്മുടെ ഒരു ഡിസ്കഷനിൽ ഒരു സൈക്കോളജിസ്റ്റ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ഉണ്ടായി. ഒരു പെൺകുട്ടിയുടെ കേസാണ് മാം പറഞ്ഞത്. അപ്പോൾ ഷീ വാസ് സെയിങ്, കുട്ടി ഓൺലൈനിൽ വേറൊരു പേഴ്സണാലിറ്റി, ഒരു അഡൾട്ട് പേഴ്സണാലിറ്റി കീപ്പ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ അഡൾട്ട്സിനോടുള്ള ഇൻറ്ററാക്ഷൻസ് വന്നു. അപ്പോൾ അത് വളരെ ലേറ്റർ ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് വീട്ടുകാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കേട്ടപ്പോൾ ആലോചിക്കായിരുന്നു, കുട്ടികൾ പലരും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഓൺലൈനിൽ കീപ്പ് ചെയ്യുകയും അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഒരാളോട് സംസാരിക്കാൻ നേരിട്ടുള്ള വൺ കോൺവെർസേഷനിൽ ഭയങ്കര ഫെയിലിയർ ആയി പോവുകയും സോഷ്യൽ മീഡിയയിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനും അത് വളരെ അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പേഴ്സണാലിറ്റി ഈസ് ഡിഫറെൻ്റ് എന്നുള്ളത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നാച്ചുറൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് തന്നെ നോർമൽ ഓൺലൈനിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ അല്ല റിയൽ ലൈഫിൽ